ശരി, പ്രതിഷേധത്തിൽ നിന്ന് ജനാധിപത്യപരമായ പ്രതിഷേധ രീതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് PM ആർഷോ തന്നെ ഇന്ന് നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂറിനടുത്താണ് കൊല്ലത്ത് വെയിലത്ത് നിന്നതെങ്കിൽ ഇനി സമര ചൂട് അറിയാൻ പോകുന്നതേ ഉള്ളൂ ഗവർണർ എന്നായിരുന്നു ആർഷോയുടെ വാക്കുകൾ. കൊല്ലം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ആദ്യത്തെ പരിപാടിയിൽ തന്നെ SFI പ്രതിഷേധമുണ്ട്, കരിങ്കൊടി പ്രതിഷേധമുണ്ട്. വലിയ രീതിയിൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. മുദ്രാവാക്യ വിളികളുമായി സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യ വിളികളുമായി SFI പ്രവർത്തകരുണ്ടായിരുന്നു. അവരെ കനത്ത പോലീസ് സുരക്ഷയാണ് തൈക്കാടുള്ള ഈ പരിപാടിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആ പരിപാടി ഇപ്പോൾ സുഗമമായി നടക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഗവർണർ കവടിയാറിലേക്കാണ് പോവുക. ഇനി ആ ഭാഗത്ത് SFI പ്രതിഷേധം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇനി കാര്യങ്ങൾ ജിബിൻ, ഈ കവടിയാറിലേക്ക് എപ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് പോവുകയാണോ ഗവർണർ? അത് തന്നെയാണ്. അതായത് കൊല്ലത്ത് നിന്ന് എത്തിയ ഗവർണർ രാജ്ഭവനിൽ പോയ ശേഷമാണ് ഈ ഒരു തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു സമയം, അതായത് 4:15 കൂടി ഈ പരിപാടി തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന പരിപാടി അവസാനിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഗവർണർ എത്താൻ വൈകിയിരുന്നു. ഗവർണർ 3 മണിക്ക് എത്തേണ്ട ഗവർണർ ഏകദേശം 3:45 കൂടിയാണ് ഗവർണർ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതും ഏകദേശം 4:15 കൂടി അവസാനിക്കുമെന്ന് പറഞ്ഞത് എന്തായാലും ഒരു 4:45 ആവണം ഈ ഒരു പരിപാടി തൈക്കാട് അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ 5 മണിക്ക് നോട്ടറി ക്ലബിൻ്റെ പരിപാടി കവടിയാർ നടക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് നേരിട്ട് അങ്ങോട്ടേക്ക് എത്താനാണ് സാധ്യത ഏറെ. ഈ ഒരു അതായത് ഇവിടെ നിന്ന് അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ തന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കുമെന്നും ഗവർണർ അതായത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പറഞ്ഞതാണ്. അതായത് ഗവർണർ സമരത്തിന്റെ ചൂട് ഗവർണറിനെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് SFIയുടെ നേതൃത്വം അറിയിച്ചത്. അത് തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അതായത് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കനത്ത രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ പ്രധാനമായിട്ടുള്ള 3 റോഡിൽ തന്നെ നേരത്തെ കൂട്ടി പോലീസ് നിലയുറപ്പിച്ചിരുന്നു. ആദ്യമൊക്കെ തന്നെ എത്തിയ പ്രവർത്തകരെയൊക്കെ തന്നെ കൃത്യമായി റോഡുകളിൽ നിന്ന് മാറ്റാനും പോലീസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. വാഹനത്തിൽ ഇരുന്ന പ്രവർത്തകർ ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങി ഗവർണറിന് നേരെ കരിങ്കൊടി കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പല ഭാഗത്തു നിന്ന്, പല വീടുകളിൻ്റെ പരിസരത്ത് നിന്നും റോഡുകളിൽ നിന്നൊക്കെ തന്നെ ഗവർണറുടെ വാഹന വ്യൂഹം എത്തിയപ്പോൾ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ റോഡിലേക്ക് ഇറങ്ങിയ ഗവർണറുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി വീശി സംഘി ഗവർണർ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം മുഴക്കുകയും ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശിയുമുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നമ്മൾ ഇവിടെ കാണുകയും ചെയ്തു. ഇനി മുതൽ, അതായത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ CRPFൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രം ഏറ്റെടുക്കും ഗവർണറുടെ സുരക്ഷ. അതുപോലെ തന്നെ രാജ്ഭവന്റെയും ഗവർണറിന്റെയും സുരക്ഷ ഇനി CRPF നേരിട്ട് നോക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ടുള്ള അവസാനത്തെ കുറച്ച് പരിപാടികൾ മാത്രമാണ് കേരള പോലീസിന് ഗവർണറുടെ സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കനത്ത സുരക്ഷയൊക്കെ തന്നെ അവർ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും അവരുടെയൊക്കെ തന്നെ കൈകളിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് SFIയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ആദ്യമായി ഇവിടെ എത്തിയ പ്രവർത്തകരൊക്കെ തന്നെ ഗവർണറിന് മോര് നൽകിയുള്ള ഒരു പ്രതിഷേധമാണ് അവർ നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരത്തിലുള്ള പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് ആദ്യമായി മാറ്റിയിരുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ റോഡുകളിൽ നിന്നെത്തിയ ഈ ആളുകളൊക്കെ തന്നെ കരിങ്കൊടിയുമായി എത്തിയപ്പോൾ പോലീസിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് പോലീസ് പ്രധാന റോഡുകളിലും ഇട റോഡിലൊക്കെ തന്നെ പോലീസ് സാന്നിധ്യം ഉറപ്പിച്ചിരുന്നുവെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ തന്നെ നേരത്തെ കൂട്ടി കസ്റ്റഡിയിൽ എടുത്തുവിടുന്നെങ്കിൽ പോലും പോലീസ് ഒരു തരത്തിലും വിചാരിക്കാത്ത രീതിയിൽ, അതായത് ഗവർണറുടെ വാഹന വ്യൂഹം കടന്നെത്തിയപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ആണ് ഈ ഒരു പ്രവർത്തകരൊക്കെ തന്നെ എത്തി കരിങ്കൊടി കാണിച്ചിരുന്നത്. അതായത് എന്തായാലും ഈ ഒരു പരിപാടി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഏകദേശം 4:15 അല്ലെങ്കിൽ 4:30 കൂടി അവസാനിക്കുന്ന പരിപാടിക്ക് ശേഷം ഗവർണർ നേരെ പോകുന്ന കവടിയാറിലേക്കാണ്. ഈ ഒരു പാതയിലും ഗവർണറിന് നേരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശരി, ഇത് കഴിഞ്ഞ് നേരെ കവടിയാറിലേക്കാണ്. അവിടെയും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ സുരക്ഷയും ഉണ്ട്. എന്തായാലും പലതരത്തിലുള്ള വേറിട്ട പ്രതിഷേധങ്ങളൊക്കെയാണ് തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ക്ഷീണിച്ചായിരിക്കും വെയിലത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് അല്പം മോര് കൊടുക്കാം, അല്പം സംഭാരം കൊടുക്കാം എന്നുള്ള വ്യത്യസ്തമായ വേറിട്ട പ്രതിഷേധ രീതിയിലേക്ക് കൂടി SFI പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് 16 ലക്ഷം വിദ്യാർത്ഥികളുള്ള പ്രവർത്തകരുള്ള സംഘടനയാണ് SFI. ആ 16 ലക്ഷം പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങിയാൽ അത് താങ്ങാൻ ആരിഫ് മുഹമ്മദ് ഖാന് കഴിയില്ല എന്നായിരുന്നു ഇന്ന് PM ആർഷോയുടെ വാക്കുകൾ. എന്തായാലും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല, സമരങ്ങൾ അവസാനിച്ചിട്ടില്ല, മുദ്രാവാക്യങ്ങൾ അവസാനിച്ചിട്ടില്ല, ബാനറുകൾ താഴ്ന്നിട്ടില്ല, കരിങ്കൊടി പ്രതിഷേധവും അവസാനിച്ചിട്ടില്ല. എന്ത് പരിപാടിയാണ് തൈക്കാട്, ജിബിൻ? തൈക്കാട് നോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഏകദിന പരിപാടിയാണ് ഗവർണർ രാജ്ഭവൻ മുൻകൂട്ടി അറിയിച്ചിരുന്നത്. അതായത്
ഈ ഒരു പരിപാടി 5 മണിക്കാണ് കവടിയാറിലെ റോട്ടറി ക്ലബ്ബിലുള്ള പരിപാടി 5 മണിക്കാണ് നേരത്തെ കൂട്ടി തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതിന് മുന്നോടിയായി 3 മണിക്കാണ് ഈ തൈക്കാടുള്ള പരിപാടി, തൈക്കാടുള്ള ഗവൺമെൻറ് സ്വകാര്യ പരിപാടിക്ക് അദ്ദേഹം എത്തിയിരുന്നത്. പക്ഷേ ഈ 2 പരിപാടിക്ക് അദ്ദേഹം കൊല്ലത്ത് നിന്ന് നേരെ തിരുവനന്തപുരം തൈക്കാടുള്ള ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്കാണ് ഗവർണർ എത്തുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ ഗവർണർ നേരെ പോയത് രാജ്ഭവനിലേക്കാണ്. രാജ്ഭവനിൽ നിന്നാണ് അദ്ദേഹം ഏകദേശം 3:45 കൂടി തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. അതുകൊണ്ട് അതായത് ഗവർണർ നേരെ കൂട്ടി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നത് കൊണ്ട് തന്നെ പോലീസൊക്കെ തന്നെ ആദ്യമായി അവരെത്തിയത് തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ്. അതായത് ഗവർണറുടെ വാഹന വ്യൂഹം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള പ്രതിഷേധത്തിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസൊക്കെ തന്നെ നേരത്തെ ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ പോലീസ് അതായത് ഗവർണർ രാജ്ഭവനിലേക്ക് പോകുമെന്നുള്ള നിർദ്ദേശമൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഒരു വൻ വ്യൂഹം തന്നെ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് എത്തുകയും നേരത്തെ കൂട്ടി ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ തന്നെ അവർക്ക് മാറ്റാനും സാധിച്ചിരുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. അതായത് ഗവർണറിന് മോര് കൊടുത്തുകൊണ്ടുള്ള പ്രതിഷേധത്തിനായി പല പ്രവർത്തകർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. കൊല്ലത്ത് അതായത് ഗവർണർ ഏകദേശം 2-2.5 മണിക്കൂറാണ് ഗവർണർ ഒരു കടയുടെ മുൻപിൽ കസേരയിൽ കുത്തിയിരുന്നത്, ഈ ചൂടത്ത് കുത്തിയിരുന്നത്. അതുകൊണ്ട് ഗവർണറുടെ ആ ഒരു ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി മോര് നൽകി അദ്ദേഹത്തെ സമാധാനിപ്പിക്കാമെന്നാണ്, ദാഹശമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഒരുങ്ങുകയാണ് SFI. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന്